നീ എഴുന്നേറ്റോ? ഇന്നലെ രാത്രി ഫോണിൽ വിളിച്ചതാരാണെന്നറിയാം? നിന്റെ ചിറ്റമ്മ. രാത്രി നിന്റെ അച്ഛൻ ചത്തുപോയെന്ന്. കളന്ന് കിടന്ന് മനുഷ്യ മെനക്കെടുത്താതെ നേരത്തെ ചത്തത് ഭാഗ്യം. നീ വേണമെങ്കിൽ പോയിക്കോ, എനിക്കല്പം ജോലിയുണ്ട്. ഞാൻ വരുന്നില്ല. അയ്യോ, നാണപ്പനോ, നീ എന്താ ഇങ്ങ് പോന്നത്? പൊന്നമ്മ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങത്തില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോന്നു. ആ പൊന്നമ്മ അവളിവിടെ ഇല്ല. ഇല്ലേ? നീ വരത്തില്ല എന്ന് വിചാരിച്ച അവളെ അമ്മ വന്ന് അവളെ വിളിച്ചോണ്ട് പോയി. അമ്മയോ? അമ്മയല്ല, അച്ഛൻ. ഏതച്ഛൻ? അച്ഛനല്ല, അമ്മാച്ചൻ. ഞാനറിയാത്ത ഏത് അമ്മാച്ചൻ? അമ്പളികുന്നത്ത് അവക്കൊരു അമ്മാച്ചനുണ്ട്. അവളെവിടെ? ഞാൻ പറയാം. കണ്ടാക്കത്തെ ചത്തതുകൊണ്ട് നീ വരത്തില്ല എന്ന് വിചാരിച്ചു. എഞ്ചിനീയർ അതെ അവളെ വിളിപ്പിച്ചു. പോയോ? ഞാനാ അവളെ അവിടെ കൊണ്ടാക്കിയത്. ചേട്ടാ, കല്യാണം കഴിഞ്ഞാലും സാറിന് വിടില്ലല്ലോ. പാമ്പും പഴയതാണ് നല്ലത്. സുനന്ദയെ കല്യാണം കഴിച്ചത് ഒരു വാശി തീർക്കാനാ, അത് കഴിഞ്ഞു. കിളവൻ കാലിയായല്ലോ. ഇനിയിപ്പൊ സാറിന് ഭാര്യയോട് അവിടെ താമസിക്കാമല്ലോ. ഭാര്യ ഏത് ഭാര്യ വന്നാലും നിന്നെ ഞാൻ വിടില്ലടി. കടിച്ചു നിൽക്കുന്നു. 2 ദിവസമായിട്ട് നിന്നെ കാണാതെ ഞാൻ കിറുക്ക് പിടിച്ചിരിക്കുകയായിരുന്നു. നാണപ്പച്ചെണ്ണെങ്ങാനും അറിഞ്ഞാ എന്നെ കൊന്നുകളയും. പിന്നെ ആ പുളുന്താനൊന്നും ഇവിടെ എങ്ങും വരാൻ പോകുന്നില്ലടി. മുതലാളി മരിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കും. എന്നെ വെളുപ്പിനെ ഉടനെ. പിന്നെന്താ, നീയേ ആ ബ്ലൗസം കഴിക്കേ. സാറേ, സാറേ, ആരാത്? ഞാനാ കംസൻകുട്ടൻ പിള്ള. സാറിന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു കമ്പി വന്നിട്ടുണ്ട്. കമ്പിയോ? നീ പോയാ കഥ തുറക്ക്. നാളപ്പനോ? അല്ല, ആണപ്പൻ. നിന്നെ തല്ലിയ 2 കൈ നാളും, അതുകൊണ്ട് തല്ലുന്നില്ല. എഞ്ചിനീയർ സാറ്, എത്ര കാലമായി ഈ അക്രമ തുടങ്ങിയിട്ട്? നിങ്ങളൊക്കെ മാന്യന്മാരായതുകൊണ്ട് ആരുടെ പാത്രത്തിൽ വേണമെങ്കിലും കൈയിട്ട് വരാമല്ലോ. സാർ ഇവളോട് പറഞ്ഞതുപോലെ നാണപ്പൻ പുളുന്താനൊന്നുമല്ല കേട്ടോ. ഈ വിഴുപ്പ് കെട്ട് സാറ് എന്നെ ചുമന്നു. സാറിന്റെ സഹായമില്ലാതെ ഞാൻ ജോലി ചെയ്ത് ജീവിക്കും. ആണുങ്ങളെ പോലെ ഇവിടെ നിങ്ങളുടെ കണ്ണുണ്ടിൽ തന്നെ. ശീലാവതി, ഗുഡ് ബൈ. ഇനി ജോലി ചെയ്ത് ജീവിക്കണമെന്നല്ലേ നിന്റെ ആഗ്രഹം? വളരെ സന്തോഷം. ഇനി ഞങ്ങളുടെ കൂടെ കൂടിക്കോ. എന്റെ പൊന്നു സാറേ, സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പണി അറിയില്ല. ഇതറിയാനൊന്നുമില്ലടാ. 10 ദിവസം നീ ഞങ്ങളോട് നിൽക്കുമ്പോ താനേ പണി പഠിച്ചു മിടുക്കനാകും. നാണപ്പൻ ഇന്ന് തന്നെ ഏതെങ്കിലും ഒരു യൂണിയനിൽ ചേരണം. ഞാൻ ഇന്ന് തന്നെ എല്ലാ യൂണിയനിലും ചേർന്നേക്കാമേ. എല്ലാത്തിലും കൂടെ വേണ്ട, ഏതെങ്കിലും ഒരു വള്ളത്തിലെ യാത്ര ചെയ്യാൻ പറ്റൂ. ഏതായാലും നമ്മൾ എല്ലാ യൂണിയനും കൂടി ചേർന്ന് ഒരു സൊസൈറ്റി ഉണ്ടാക്കിയിരിക്കുകയല്ലേ. നാണപ്പൻ ജോലി ചെയ്യുന്നതിനിടയിൽ ഓരോ യൂണിയനെ പറ്റിയും പഠിക്കട്ടെ. എന്നിട്ട് അവൻ ഇഷ്ടമുള്ള ചേരട്ടെ. എന്താ ബാവ? അത് മതി. നാണപ്പ, ഈ ഡാമിന്റെ ജോലി ഞങ്ങൾ എല്ലാവരും കൂടി ഏറ്റെടുക്കാൻ വേണ്ടി ടെൻഡർ കൊടുത്തിരിക്കുക. അത് പാസ്സാവും. പിന്നെ നിനക്ക് ജോലിക്ക് ഒരു വിഷമവുമില്ല. ഏതായാലും ഇന്നു മുതൽ ഞാനും നിങ്ങളിൽ ഒരുവരാ. നമസ്കാരം. കോൺട്രാക്ടർമാർ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. സാറേ, മണി 10 കഴിഞ്ഞു. ടെൻഡർ പൊട്ടിക്കാമല്ലോ. രാമകൃഷ്ണനാരെ, ഇന്നത്തെ തപാലിൽ ടെൻഡറൊന്നും വന്നിട്ടില്ലല്ലോ? ഇല്ല സർ. എന്നാ നമുക്ക് ആരംഭിക്കാം. സൂര്യ കൺസ്ട്രക്ഷൻ കമ്പനി 30 ലക്ഷം രൂപ.
പുളിങ്കുന്നിൽ ആന്റണി ജോൺ 31 ലക്ഷം രൂപ. ഏഷ്യ കൺസ്ട്രക്ഷൻ കമ്പനി 33 ലക്ഷം രൂപ. നമസ്കാരം സാർ. നമസ്കാരം. എന്താ എല്ലാവരും കൂടെ? സാർ, ഈ വർക്ക് തൊഴിലാളി സഹകരണ സംഘത്തെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ PWD മിനിസ്റ്റർക്കോട് അപേക്ഷ അയച്ചിട്ടുണ്ട്. അതിന്റെ തീരുമാനം അറിഞ്ഞതിന് ശേഷമേ ഈ ടെൻഡർ ഉറപ്പിക്കാം. PWD മിനിസ്റ്റർക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ പോയി അന്വേഷിക്കണം. ഞാൻ സംസാരിക്കുന്നത് എഞ്ചിനീയറോടാണ്. വകുപ്പ് മന്ത്രിയുടെ കീഴിലൊരു ഉദ്യോഗസ്ഥനാണ് എഞ്ചിനീയർ എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾക്കിപ്പോ എന്ത് വേണം? ഞങ്ങളുടെ അപേക്ഷയുടെ വിവരം അറിയാതെ ഈ ടെൻഡർ ഉറപ്പിക്കാൻ പാടില്ല. ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാനത്തെ സമയം ഇന്ന് 10 മണിയായിരുന്നു. അത് കഴിഞ്ഞു. ഇദ്ദേഹം വന്നിട്ടുള്ള ടെൻഡറുകളിൽ നിന്നും അർഹതയുള്ളത് ഞാൻ തിരഞ്ഞെടുത്ത് ഉറപ്പിക്കും. എന്റെ ജോലി തടസ്സപ്പെടുത്താൻ നിങ്ങൾ ഫോൺ എവിടെ നിന്ന്? യെസ്, എഞ്ചിനീയർ ദാസ് ഹിയർ. യെസ് സർ. ശരി സാർ. സാർ അത് ശരി സാർ. സാർ ഓക്കെ. ഇരിക്കണം. വേണ്ട, ഞാനിവിടെ നിന്നോളാം. കാര്യം പറയണം. മിസ്റ്റർ ഗോപാലൻ, ഈ വർക്ക് നിങ്ങളുടെ തൊഴിലാളി സഹകരണ സംഘത്തിന് വിട്ടുതരാനാണ് മന്ത്രിസഭയുടെ തീരുമാനം. ഈ വിവരമാണ് ഇപ്പോൾ ചീഫ് എഞ്ചിനീയർ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞത്. സുനന്ദേ, ഇത് എഞ്ചിനീയർ മിസ്റ്റർ ദാസിന്റെ വീടല്ലേ? അതെ, അദ്ദേഹം എന്റെ ഭർത്താവാണ്. ഐ സി. ഞാൻ അദ്ദേഹത്തെ കാണാമെന്നാണ്. നീ പഴയ കാമുകി അന്വേഷിച്ചു വന്നതായിരിക്കും. പക്ഷെ പണ്ടത്തെ പോലെ കഴുത്തിൽ കൈയിടാനും പ്രേമിക്കാനും ഒന്നും ഇവിടെ സൗകര്യപ്പെടുകയില്ല. നീ എന്തിനാണ് വിങ്ങിപ്പൊട്ടുന്നത്? ഓ, പഴയ കാര്യങ്ങൾ ഓർത്തിട്ടായിരിക്കും. ആ, ഇവളിപ്പോൾ എന്റെ ഭാര്യയാണ്. പോരെങ്കിൽ ഗർഭിണിയും. ഇവളോട് നിനക്ക് ഇപ്പോഴും പ്രേമമുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു തരാം. മിസ്റ്റർ ദാസ്, ആക്ഷേപിച്ചു തീർന്നു. ഞാൻ നിങ്ങളുടെ ഭാര്യയെ കാണാനല്ല വന്നത്, നിങ്ങളെ കാണാനാണ്.